ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാനിവിടെ പെട്ടിക്കായിട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടും എന്താണ് എൻ്റെ ഇന്നത്തെ കണ്ടന്റിന്. ഡെലിവറിക്കുള്ള ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ആണ്. ആദ്യം ഞാൻ ബേബിക്കുള്ളത് പാക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മളൊരു ബാസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാസ്ക്കറ്റാണ്. ഇതിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എവിടെ നിന്ന് തുടങ്ങണം? ആദ്യം തന്നെ ഞാൻ ബേബിക്കുള്ള ഉടുപ്പ് വാങ്ങിച്ചു. കെട്ടുടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 5-6 കെട്ടുടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. 2 വൈറ്റും 2 കളറും പിന്നെ ഡോട്ട് ആയിട്ടുള്ള അങ്ങനെ 5 കെട്ടുടുപ്പ് 6 കെട്ടുടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ബട്ടൺ ടൈപ്പ് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി അതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കിട്ടിയില്ല. നമ്മളപ്പോൾ കെട്ടുടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഒരു കവറിൽ പാക്ക് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കവറിൽ പാക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ നമ്മൾ അടുത്തത് കുറച്ച് കോട്ടൻ്റെ തുണി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ തുണി. ഇത് നമ്മൾ ഒരു 8 മീറ്ററാണ് വാങ്ങിച്ചത്. 8 മീറ്റർ വാങ്ങിച്ച് ചെറുതാക്കി, അതെ ഇത് ഇത്രയും നീളമാണ്. ഈ ഒരു നീളത്തിൽ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിൻ്റെ അരികൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളെ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് പാമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ ക്ലോത്ത് നനച്ച് ഉപയോഗിക്കാം. ഇതൊരുപാട് ഇത്രയും വേണ്ട. കുറച്ച് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. കുറച്ച് നമുക്ക് ഇവിടെ വെച്ച് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഇത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ അടുത്ത് നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ബാത്ത് ടവൽ, കുട്ടീനെ കുളിച്ച് കഴിഞ്ഞ് തുടപ്പിക്കാനായിട്ടുള്ള തോർത്താണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതൊക്കെ. പിന്നെ തോർത്ത് ബാത്ത് ടവൽ ഇത് 2 വാങ്ങിച്ചിട്ടുണ്ട്. 2 വൈറ്റ് ബാത്ത് ടവൽ. ഇത് നമുക്കൊരു കവറിലാക്കിയിട്ട് കൊണ്ടുപോകാം. നെക്സ്റ്റ് നമ്മൾ കുട്ടീനെ പൊതിഞ്ഞ് പിടിക്കാനായിട്ട് 2 ടവൽ വാങ്ങിച്ചിട്ടുണ്ട് പൊതിയാനായിട്ട്. ഒരു വൈറ്റും ഒരു കളറും. അപ്പോൾ ഇത് വൈറ്റ് കുട്ടീനെ വാങ്ങുന്ന സമയത്ത് വൈറ്റിലാണ്. അപ്പോൾ ഒരു ക്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ്. അതുപോലെ തന്നെ കളർ ഒരു കുട്ടിക്കുണ്ട് അങ്ങനെ കളറും ഒരു വൈറ്റും പൊതിയാനായിട്ട്, കുട്ടീനെ പൊതിയാനായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ ഇത് നമുക്ക് ബാസ്ക്കറ്റിലാക്കാം. ഇത് ഫേസ് ടവലാണ്. ഒക്കെ തുടയ്ക്കാനും അതുപോലെ പാലൊക്കെ ആയി കഴിഞ്ഞാൽ തുടയ്ക്കാൻ വേണ്ടിയിട്ട് 2 ഫേസ് ടവല്. പിന്നെ ഇത് ഡ്രൈ ഷീറ്റ് നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഡ്രൈ ഷീറ്റ്. 2 വാങ്ങിച്ചിട്ടുണ്ട്. 2 ഡ്രൈ ഷീറ്റ്. പിന്നെ പാമ്പേഴ്സ് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാനായിട്ട് പാമ്പേഴ്സ് ഒരു പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വൈപ്സ് മുടക്കാനായിട്ട് വൈപ്സ്. പിന്നെ ഒരു സോപ്പ് പെട്ടി, സോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയ സോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സെബാമെഡിൻ്റെ ബോഡി വാഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകില്ല. ബോഡി വാഷ് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ബോഡി ലോഷനും വാങ്ങിച്ചിട്ടുണ്ട്. സെബാമെഡിൻ്റെ തന്നെ ബോഡി ലോഷൻ. ഇതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകില്ല. പിന്നെ ഒരു ഓയിൽ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു വെളിച്ചെണ്ണ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ചെറിയ വെളിച്ചെണ്ണ കയ്യിൽ വയ്ക്കാം. ചെറിയ കുട്ടി. പിന്നെ ബഡ്സ്, കുട്ടികളുടെ കോട്ടൺ ബഡ്സ് കിട്ടും. കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള കോട്ടൺ ബഡ്സ് കിട്ടും. അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഡെറ്റോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നെയിൽ കട്ടറാണ്. ഇലക്ട്രിക്കലിൻ്റെ നെയിൽ കട്ടറാണ്.
ഇത് ഞാൻ ഓൺലൈൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇലക്ട്രിക്കലിൻ്റെ നെയ്റ്റിട്ട് അപ്പോൾ കയ്യിൽ നിന്ന് മുറിയൊന്നും കഴിക്കില്ല. അങ്ങനെ ഇതാണ് നെയ്റ്റ്. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞില്ല ഇത്ര സാധനങ്ങളാണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ബാസ്ക്കറ്റിൽ ബാസ്ക്കറ്റാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കൊച്ചിനെ ക്യാരി ചെയ്യാനായിട്ട് നമ്മൾ ടർക്കിയിലൊക്കെ പൊതിഞ്ഞ് പിടിക്കുന്നതിലും കുറച്ചും കൂടി സേഫാണ് ഇതിൽ കൊച്ചിനെ കിടത്താം. ഇത് ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ മോസ്കിറ്റോ നെറ്റ് ബെഡ്, ഇതും അത്യാവശ്യമാണ്. മോസ്കിറ്റോ നെറ്റ് ബെഡ് ഇതിൽ ചെറിയൊരു പില്ലൊക്കെ ഉണ്ട്, നമുക്ക് കുട്ടികളെ കൊതി കടിക്കാതിരിക്കാൻ. ഇതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഇത് രണ്ടും അങ്ങനെ ഇതൊക്കെയാണ് ബേബിയുടെ സാധനങ്ങൾ. ബേബിയുടെ സാധനങ്ങളെല്ലാം നമ്മളിപ്പോൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിന് മുന്നേ ഞാൻ കാര്യം പറയാൻ പറഞ്ഞു. ഫസ്റ്റാണ് നമ്മൾ ഇതൊക്കെ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കണം. ഞാനൊരു ബുക്കിൽ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ബേബിക്ക് വേണ്ട സാധനങ്ങളും അതുപോലെ എനിക്ക് വേണ്ടതും. അങ്ങനെ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ വാങ്ങാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്നുള്ളത് നമ്മൾ മറക്കില്ല. അപ്പോൾ നമുക്ക് ഒരു ചെക്ക് ലിസ്റ്റ് എപ്പോഴും തയ്യാറാക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളെപ്പോഴും പേഴ്സും പേഴ്സിൽ നമ്മുടെ ആധാർ കാർഡ് ഇതൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫയൽ, ഇതുവരെ കാണിച്ചിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും ആ ഫയലും കയ്യിൽ പിടിക്കണം. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അമ്മയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഡെലിവറിക്ക് പോകുമ്പോൾ പാക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബേബിക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.